ദൈവത്തിൻ്റെ കൃപയാലും കരുണയാലും ദൈവം നമുക്ക് മനോഹരമായൊരു ദിവസം കൂടെ തന്നതിനായ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ മഹത്വം. ഇത് ശുഭദിനമായിരിപ്പാണ്ട് ദൈവത്തിൻ്റെ കൃപ നമ്മളോടുകൂടി ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭകരമായിരിക്കണമെങ്കിൽ എന്തായിരിക്കണം? ദൈവത്തോട് ചേർന്നിരിക്കുക, ദൈവ സാന്നിധ്യത്തിൻ്റെ ബോധം. യോഹന്നാൻ ശ്ലീഹ ലേഖനം എഴുതുമ്പോൾ തൻ്റെ മൂന്നാമത്തെ ലേഖനത്തിൽ, യോഹന്നാൻ ശ്ലീഹ എഴുതിയ മൂന്നാമത്തെ ലേഖനം, അത് 2ഉം 3ഉം ലേഖനങ്ങളെല്ലാം ഓരോരോ അധ്യായം മാത്രമേ ഉള്ളൂ. അതിൽ മൂന്നാമത്തെ ലേഖനത്തിൽ 2ാമത്തെ വാക്യത്തിൽ ഗായോസിന് എഴുതുകയാണ്. ഗായോസ്, തൻ്റെ പ്രിയ സ്നേഹിതനായ ഗായോസിന് എഴുതുമ്പോൾ, പ്രിയനെ, നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നവിടെ പറയുക. പ്രിയനെ, നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ. ഇവിടെ പ്രയോറിറ്റി കൊടുക്കുന്ന ആത്മാവിനാണ്, ഈ ശരീരത്തിനല്ല പ്രയോറിറ്റി, ആത്മാവിനാണ്. എന്നാൽ ഇന്ന് ലോകമനുഷ്യർക്ക് ഈ ആത്മാവിനെ കുറിച്ച് അവൻ കരുതുന്നില്ല. അവൻ ശരീരപ്രകാരം, ജഡപ്രകാരം മാത്രം ജീവിക്കുന്നു. ഈ ലോകപ്രകാരം മാത്രം അവൻ കാണുന്നു. മനുഷ്യൻ്റെ അകത്തൊരാത്മാവുണ്ട്, ഒരു ആത്മീക മനുഷ്യനുണ്ട് എന്ന കാര്യം വിസ്മരിച്ചു പോകുന്നു. കാരണം ദേഹി ആത്മാവ്, സോൾ, ബോഡി, സ്പിരിറ്റ് എന്ന് പറയുന്ന 3 ത്രിവിധ അനുഭവങ്ങൾ തൃത്വത്തിലുള്ളതുപോലെ തന്നെ മനുഷ്യനും തൃത്വമുണ്ടെന്ന് പറയാം. ദേഹം, ദേഹി, ആത്മാവ്. ഈ ദേഹവും ദേഹിയും പ്രാണനും ഒക്കെ നമുക്ക് മനസ്സിലാകും, പ്രാണൻ്റെ ഒക്കെ കുറച്ചൊക്കെ മനസ്സിലാകും. ഈ ആത്മാവിൻ്റെ കാര്യം അനേക അജ്ഞതയിലാണ്. അകത്തെ മനുഷ്യൻ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. ആന്തരികമായി നമ്മുടെ ആത്മാവെന്ന് പറയുന്നത് അദൃശ്യമാണ്, എന്നാൽ അത് റിയലാണ്, ആന്തരിക മനുഷ്യൻ. അപ്പോൾ ഇവിടെ പറയുകയാണ്, പ്രിയനെ, നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നീ സകലത്തിനും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മറ്റൊരു ദൈവനും പറയുന്നു, മുമ്പേ ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. എന്താണ്? അത് ശരീരത്തിൻ്റെതായ ആവശ്യങ്ങളാണ്, നീഡ്സ്, വസ്ത്രം, ആഹാരം, അതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് കർത്താവ് പറയുന്നത്. ഫസ്റ്റ് യു സീക്ക് ദ കിങ്ഡം ഓഫ് ഗോഡ്. നീ ദൈവരാജ്യവും ദൈവനീതി അന്വേഷിക്കും. ദൈവരാജ്യം 1, നമ്മളിൽ തന്നെ ദൈവരാജ്യം. 2, നമ്മളിൽ വസിക്കുന്ന, നമ്മുടെ ഇടയിൽ വസിക്കുന്ന ദൈവരാജ്യം. 3, നമുക്ക് വരാനിരിക്കുന്നതായൊരു ദൈവരാജ്യം, കിങ്ഡം ഓഫ് ഗോഡ്. ഫുൾനെസ്സിലത്, അതിൻ്റെ ഫുൾനെസ്സിൽ ദൈവരാജാതിരാജാവായി ഭരിക്കുന്ന ദൈവരാജ്യം. ഇവിടെ ശുഭകരമായിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഇവിടെ പറയുകയാണ്. ഈ 105-ാം സങ്കീർത്തനം നമ്മൾ ചിന്തിക്കുകയാണ്, അതിലേക്ക് വരികയാണ്. അവിടെ പറയുകയാണ്, 2ാമത്തെ വാക്യം 3ൻ്റെ നാദവും നമ്മൾ ചിന്തിച്ചു. അവിടെ അവന് പാടുവീൻ, അവന് കീർത്തനം പാടുവീൻ, അവൻ്റെ സകല അത്ഭുതങ്ങളെയും കുറിച്ച് സംസാരിക്കുവീൻ, അവന് വിശുദ്ധ നാമത്തിൽ പ്രശംസിക്കുവീൻ, യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ, യഹോവയെയും അവൻ്റെ ബലത്തെയും തിരയുവീൻ. 4ാമത്തെ വാക്യമാണ്, അവൻ്റെ മുഖത്തെ ഇടപെടാതെ അന്വേഷിക്കുവീൻ. ഇതാണ് ഈ ശുഭകരമായിരിക്കാനുള്ളത്. എന്താണ്? യഹോവയെയും അവൻ്റെ ബലത്തെയും തിരയുവീൻ. ദൈവം നമ്മുടെ ബലമായിരിക്കണം. ഹബക്കൂക്കിൽ പറയുന്നുണ്ട്, സ്വന്തം ശക്തിയല്ലോ അവന് ദൈവം. അനേകർക്ക് ഇന്ന് സ്വന്തം ശക്തിയാണ് ദൈവം. അനേക മോട്ടിവേഷണൽ സ്പീക്കേഴ്സും നിനക്ക് ശക്തിയുണ്ടെന്നാണ് പറയുന്നത്. അത് സ്വന്തം ശക്തിയാകുന്ന ദൈവത്തെ വിസ്മരിക്കുക. ആ തകർന്നു പോയതിനെ തന്നെ വീണ്ടും അതിനകത്ത് തന്നെ പണിയപ്പെടുക. അത് പിന്നെയും തകരത്തല്ലേ ഉള്ളൂ. സെൽഫ് ഇതിൻ്റെയും ഒക്കെ അത് വീണ്ടും അത് തകർന്നു പോകത്തേ ഉള്ളൂ. സെൽഫിൽ പണിയുന്നതല്ല. തകരാത്തതൊന്നാണ് ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം. അതേത് തകർച്ചകളെയും അതിജീവിക്കാൻ നമ്മളെ കെൽപ്പുള്ളവരാക്കുന്നതാണ്, നമ്മളെ സഹായിക്കുന്നതാണ്, ഏത് പ്രതിസന്ധിയിൽ കൂടെ. അതുകൊണ്ട് ദൈവനും വളരെ പറയുന്നത്, നീ തീയിൽ കൂടെ നടന്നാൽ വെന്തു പോകുകയില്ല, നീ വെള്ളത്തിൽ കൂടെ കടന്നാൽ നദികൾ നിന്നെ മുക്കിക്കളയുകയില്ല, ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന് പറയുന്നത്. ഒരു താഴെ കൂടി നടന്നാലും ഞാൻ ഒരിടത്തും ഭയപ്പെടുകയില്ല എന്നാണ് പറയുന്നത്. പ്രോമിസ്, വേർഡ് ഓഫ് പ്രോമിസസ്, വാഗ്ദത്തത്തിൻ്റെ അനേക അനുഭവങ്ങളാണ് ദൈവത്തിൽ കാണുന്നത്. മുഴുവനും ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ അതെന്തൊരു ബലമാണ്, എന്തൊരു ധൈര്യമാണ്. ദൈവം ആരാണ്, ദൈവം എന്താണ് നമ്മൾ തിരിച്ചറിയുക. ആ ദൈവം നമുക്ക് ഈ തരം പ്രോമിസസ് തരികയാണ്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഹൃദയം ഉയരണം. ദൈവികമായ ചിന്തയിലേക്ക്, എൻ്റെ ദൈവം ആരാണെന്നുള്ള ആ തിരിച്ചറിവിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറുക. കാരണം ബിക്കോസ് വി ട്രസ്റ്റ്, നമ്മൾ വിശ്വസിക്കുന്നത് സർവശക്തനായൊരു ദൈവത്തിലാണ്. അവനെ ഭൗമിക തലത്തിൽ എനിക്ക് എൻ്റെ ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന സാധാരണ കാര്യങ്ങൾ ചെയ്തു തരും.
ദൈവത്തിനൊന്നും അസാധ്യമല്ല. പക്ഷെ നമ്മുടെ ഇതിനനുസരിച്ച് ദൈവം നമുക്ക് ആവശ്യമായിരിക്കും ദൈവം നമുക്ക് പകർന്നു തരും. ബിക്കോസ് നമ്മൾ ഈ ലോക ജീവിതത്തിൽ ജീവിക്കുന്നത് കൊണ്ട് അതിലും അതിശയകരമായ കാര്യങ്ങൾ കൂടെ ദൈവം നമ്മൾ നടത്തും. ഇവിടെ പറയുന്ന യഹോവയെ അവൻ്റെ ബലത്തിൽ തിരയുകയും ചെയ്യും. 2 പറയാ, അവൻ്റെ മുഖത്തെ ഇടപെടാതെ അന്വേഷിക്കുകയും. ദൈവം മുഖം അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യമാണ്. എപ്പോഴും ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് നമ്മൾ തന്നെ ഇത് ചെയ്യുക. ദാവീദ് പറയുന്നുണ്ട് ഒരു സങ്കീർത്തനത്തിൽ 27-ാമത്തെ, ദാവീദിൻ്റെ തന്നെ സങ്കീർത്തനമാണ്. 27-ാമത്തെ സങ്കീർത്തനത്തിൽ ദാവീദ് പറയുക 7-ാമത്തെ വാക്യത്തിൽ 27-7, യഹോവേ, ഞാൻ ഉറക്കെ വിളിക്കുമ്പോൾ കേൾക്കണമേ, എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരം വരണമേ. എന്നിട്ട് പറയുക 8-ാമത്തെ വാക്യത്തിൽ, എൻ്റെ മുഖം അന്വേഷിക്കുവീൻ, ഇൻവേർട്ടഡ് കോമയില, എൻ്റെ മുഖം അന്വേഷിക്കുവീൻ എന്ന് നിങ്ങൾ നിന്ന് കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു. യഹോവേ, ഞാൻ നിൻ്റെ മുഖം അന്വേഷിക്കുന്നു, നിൻ്റെ മുഖം എനിക്ക് മറയ്ക്കരുതേ. അപ്പോൾ ഇതൊരു സിംബോളിക്കായിട്ട് ഇത് കാണണം. ദൈവ മുഖം എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യമാണ് നമ്മൾ ദർശിക്കുകയാണ്. അതിന് ദൈവ കൃപ നമ്മോട് കൂടെ നമുക്ക് ധൈര്യവും വിശ്വാസവും പ്രത്യാശയും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരനുഭവത്തിൽ കൂടെ അപ്പോൾ ഇടപെടാതെ അന്വേഷിക്കുന്നു, ഇടപെടാതെ ദൈവത്തോട്. നമ്മുടെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കത്തില്ല എപ്പോഴും. എന്താണ് അവൻ്റെ മോട്ടിവേഷൻ, എന്താണ് അവൻ്റെ ആഗ്രഹം, എന്താണ് അവൻ എന്താണ് ഇപ്പോൾ ചിന്തിക്കുന്നത്, നമ്മൾ ആ ടൈം സ്പെൻഡ് ചെയ്യുകയാണ് അല്ലേ, ചിലവഴിക്കുക, സംസാരിക്കുക. അത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെയാണ് ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ആ ദൈവിക സാന്നിധ്യത്തിൽ നമുക്ക് എന്തെല്ലാം ദൈവത്തിൻ്റെ സഹിത്വം, ദ ഫെലോഷിപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്ന പരിശുദ്ധാത്മ. അപ്പോൾ ഇത് പറയും നമ്മുടെ ആത്മാവിലാണ് ഇതെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ജഡിക മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ ആത്മാവിലെ ഒരു അനുഭവങ്ങളൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മുടെ ഉള്ള അന്തരംഗത്തിൽ തരും. ആ ഒരു അഭിവാഞ്ചയും ആ ഒരു ആഗ്രഹവും ആ ഒരു ആത്മചൈതന്യവും ആത്മാവിൻ്റെ നിറവും എല്ലാം ദൈവം നമുക്ക് പകർന്നു തരും. അപ്പോൾ നമുക്കത് മനസ്സിലാകും, ഗോഡ് ഈസ് റിയൽ, ദൈവം യാഥാർത്ഥ്യമാണ് നമുക്ക് മനസ്സിലാകും. പിന്നെ ഒരു യുക്തിവാദത്തിനോ ഒരു നിരീശ്വരത്തിനോ നമ്മൾ തകർക്കാൻ പറ്റില്ല. കാരണം ഗോഡ് റിയൽ, ഇൻ മൈ ലൈഫ് ഗോഡ് ഈസ് എ റിയാലിറ്റി. എൻ്റെ ജീവിതത്തിൽ ദൈവം യാഥാർത്ഥ്യമാണ്. ഒരു പാത്രം, ഈ പണ്ടത്തെ കാലത്തൊക്കെ ഇപ്പം അങ്ങനെ എല്ലാം തോന്നുന്നു, പാത്രങ്ങളൊക്കെ കൊണ്ടു നടന്ന് വിൽക്കുന്ന ഒരു വ്യക്തി, തലച്ചുമടായിട്ടൊക്കെ കൊണ്ട് നടക്കുന്ന വയ്ക്കുന്ന ഒരു വ്യക്തി, ഒരു സംഭവിച്ചാണ്. അപ്പോൾ ആ ഭക്തനായ ഒരു മനുഷ്യനാണ് അദ്ദേഹം. ജീവിതത്തിലെല്ലാം ദൈവ അനുഭവത്തിൽ ജീവിക്കുന്നതാണ്. അപ്പോൾ ഏതോ ഒരു ബിസിനസ്, ഇദ്ദേഹത്തിൻ്റെ ഈ ബിസിനസ്സിൽ ഇദ്ദേഹം എന്തോ ഒരു ദൈവത്തിൻ്റെ കാര്യം പറഞ്ഞു. ഉടനെ ആ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ വിവിധ സ്ഥലങ്ങളിൽ ഇങ്ങനെ വാണ്ടറിങ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ, ഒരു പെർമനൻറ്റ് പ്ലേസിലെ കടയൊന്നുമല്ല, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു കസ്റ്റമർ ഇദ്ദേഹത്തോട്, നീ ഇപ്പോൾ ദൈവത്തെക്കുറിച്ച് ദൈവമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു, ദൈവം മരിച്ചു പോയി. അന്ന് നിഷയെന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഇതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമുണ്ട്. അപ്പോൾ ദൈവം മരിച്ചു പോയി, അല്ലെങ്കിൽ ആ ടീച്ചിങ് ദൈവം മരിച്ചു പോയി. ഉടനെ ഈ മനുഷ്യനോട് പറയുക, നിനക്കെങ്ങനെ പറയാൻ കഴിയും? ഞാനിപ്പോൾ എൻ്റെ കർത്താവിനോട് സംസാരിച്ചേ ഉള്ളൂ, നിനക്ക് അങ്ങനെ പറയാൻ ധൈര്യം വന്നു? ഞാൻ എൻ്റെ ദൈവത്തോട് ഇപ്പോൾ സംസാരിച്ചു, എൻ്റെ ദൈവം ജീവനോടെ ഉണ്ടെന്ന്. ദൈവ അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ ഭാരങ്ങളുമായിട്ട് പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ഭാരങ്ങളുമായിട്ട് നമ്മൾ ചെല്ലും. ബർഡൻലെസ്, അത് ഭാരമില്ലാത്തവരാണ് നമ്മൾ മടങ്ങി വരിക. അത് അനുഭവമാണത്. ദൈവിക സന്തോഷം കൊണ്ട്, ദൈവിക സമാധാനം കൊണ്ട് നമ്മൾ നിറയപ്പെടുക, പ്രത്യാശ കൊണ്ട് നമ്മൾ നിറയപ്പെടുക. ഇന്നിലൂടെ പറയുകയാണ് 5-ാമത്തെ വാക്യം, അവൻ്റെ ദാസനായ അബ്രഹാമിൻ്റെ സന്തതിയും അവൻ തിരഞ്ഞെടുത്ത യാക്കോബിൻ മക്കളുമായുള്ളവരെ, അവൻ ചെയ്ത അത്ഭുതങ്ങളും അവൻ്റെ അടയാളങ്ങളും അവൻ്റെ വായുടെ വിധികളും ന്യായവിധികളും ഓർത്തുകൊള്ളുവീൻ. അവൻ നമ്മുടെ ദൈവമായ യഹോവയാകുന്നു, അവൻ്റെ ന്യായവിധികൾ സർവഭൂമിയിലുമുണ്ട്. ഇവിടെ പറയാം, നമുക്ക് അവൻ്റെ ദാസനായ അബ്രഹാമിൻ്റെ സന്തതി, നമ്മളെല്ലാം അബ്രഹാമിൻ്റെ സന്തതികളാണെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ 2 നിയമങ്ങൾ. അബ്രഹാമിന് ശേഷം 430 ആണ്ട് കഴിഞ്ഞിട്ടാണ് ന്യായപ്രമാണം വരുന്നത്. മോശിയ ന്യായപ്രമാണം. നമ്മൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല, ഇസ്രായേൽ ജനത്തിനാണ് ന്യായപ്രമാണം കൊടുത്തിരിക്കുന്നത്. നമ്മൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല, നമ്മൾ അബ്രഹാമിൻ്റെ മക്കളാണ്. അബ്രഹാം എങ്ങനെയാണ്? വിശ്വാസത്താലാണ്. ന്യായപ്രമാണം എന്താ പറയുന്നത്? അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കാമെന്ന് പറയുന്നത്. പ്രവർത്തികൾ ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും. ന്യായപ്രമാണത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം. എന്നാൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞ് അവൻ ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത്. അത് വിശദമായിട്ട് പറയുന്നതൊക്കെ റോമർക്ക് ലേഖനം, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ വായിച്ച് നിങ്ങൾക്ക് റോമർക്ക് ലേഖനം 3, 4, 5 അധ്യായങ്ങളിലെല്ലാം ഇതാ പറയുന്നത്. ന്യായപ്രമാണം കൂടാതെ അബ്രഹാം വിശ്വാസത്താലാണ്.
കാരണം അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ ന്യായപ്രമാണമില്ല. 10 കൽപ്പന ആരംഭത്തിലേ ഉണ്ടെന്ന് പുറപ്പാട് 10 കൽപ്പനയും മോശ മുഖാന്തരമാണ് വരുന്നത്. പക്ഷേ കൽപ്പനകളൊക്കെ മനുഷ്യ ഹൃദയത്തിൽ എഴുതിയിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ന്യായപ്രമാണം കുറച്ച് റിച്വൽസൊക്കെയാണ് എല്ലാത്തിൻ്റെയും. ഇന്നത് വേണം, ഇന്നത് കഴിക്കരുത്, ഇങ്ങനെ ഇത് ചെയ്യണം, റിച്വൽസാണ്, സ്നാനങ്ങൾ, യാഗങ്ങൾ, ഇതൊക്കെ. പക്ഷെ അതെല്ലാം ക്രിസ്തുവിൽ നമുക്ക് നിറവേറി, ക്രിസ്തുവിൽ അതിൻ്റെ എല്ലാം പൂർണ്ണ നമ്മൾ കണ്ടെത്തുക. അപ്പോൾ ഒരു വിധത്തിൽ ന്യായപ്രമാണത്തെ എൻ്റെ നിവൃത്തി എന്ന് പറയുന്ന യേശു ക്രിസ്തുവാണ്. അപ്പോൾ യേശു ഉണ്ടെങ്കിൽ പിന്നെ ആ പഴയ നിയമങ്ങളിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. പഴയ നിയമം എന്ന് പറയുന്ന പുസ്തകത്തെ ഇതല്ല പറയുന്നത്. പഴയ നിയമം ഇസ്രായേലിൻ്റെ അവർക്ക് ദൈവം കൊടുത്ത ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളിലേക്ക് നമ്മൾ പോകണ്ട. കാരണം അതിൻ്റെ ഫുൾഫിൽ നമുക്ക് യേശുവിൽ കണ്ടു. ഇനി യാഗമായിട്ട് ചെല്ലണ്ട, യാഗം വേണ്ട, ഇനി വിവിധമായ സ്നാനങ്ങളുണ്ട് അവിടെ, അതിൻ്റെ ആവശ്യമില്ല. ഓരോന്നിലും റിച്വൽസിൽ അവർ ഓരോ ബാത്തിങ്, ഓരോ സിസ്റ്റംസും ഉണ്ട് അവർക്ക്. കൈ കഴുകുക, കാൽ കഴുകുക, ഇതൊക്കെ. ഈ റിച്വൽസ് ഇതെല്ലാം ഫുൾഫിൽ ചെയ്തു, യേശു ക്രിസ്തുവിലെല്ലാം ഫുൾഫിൽ ചെയ്തു. അതുകൊണ്ട് നമുക്ക് ക്രിസ്തുവാണിത്. അത് ഗലാത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ നമ്മളോട് വ്യക്തമായിട്ട് അവിടെ കാണും എങ്ങനെയാണ് അബ്രഹാമിൻ്റെ വിശ്വാസമുള്ളവർക്കാണ്. നമ്മൾ ഓരോരുത്തരും അബ്രഹാമിൻ്റെ വിശ്വാസമുള്ളവരാണെന്നാണ് പറയുന്നത്. ഗലാത്യർ 3-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പറയുകയാണ് 6-7 അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയെ കണക്കിട്ടു എന്നുണ്ടല്ലോ. അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന് മക്കളെന്നറിയുവിൻ. വിശ്വാസികൾ അത്രേ. അപ്പം നമ്മൾ വിശ്വാസികളാണെങ്കിൽ അബ്രഹാമിന് മക്കളാണ് വിശ്വാസത്താൽ. ദൈവമക്കളാണ് ശരിയാണ്. പക്ഷെ അത് ഇപ്പോൾ മറ്റൊരു തലത്തിൽ പറയുന്നത് ന്യായപ്രമാണത്തിൻ്റെ അതൊക്കെ പറയുമ്പോൾ അത് 17-ാമത്തെ വാക്യത്തിൽ പറയാം, അത് ക്രിസ്തു തന്നെ. ഞാൻ പറയുന്നതിൻ്റെ താല്പര്യമോ 430 ആണ്ട് കഴിഞ്ഞിട്ടുണ്ടായ ന്യായപ്രമാണം വാഗ്ദത്തത്തെ നീക്കുവാൻ തക്കവണ്ണം ദൈവം മുമ്പ് ഉറപ്പാക്കിയ നിയമത്തെ ദുർബലമാക്കുന്നില്ല. അവകാശ ന്യായപ്രമാണത്താലെങ്കിൽ വാഗ്ദത്താലല്ല വരുന്നത്. അബ്രഹാമിനോ ദൈവം ഇതിനെ വാഗ്ദത്തം മൂലം നൽകി. കണ്ടോ, വാഗ്ദത്തം നമ്മൾ മുമ്പ് ചിന്തിച്ചില്ല. വാഗ്ദത്തം പ്രോമിസസ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന 22-ാമത്തെ വാക്യം, എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ ലഭിക്കേണ്ടതിന് എന്ന് പറയുക. യേശുക്രിസ്തുവിലെ വിശ്വാസത്താലാണ് നമുക്ക് വാഗ്ദത്തം ലഭിക്കുന്നത്, അത് പ്രവർത്തികളാലല്ല. പക്ഷേ വിശ്വസിച്ച് കഴിയുമ്പോൾ നമ്മുടെ പ്രവൃത്തികളെല്ലാം ക്ലിയർ ആകും. അതാണ് എൻ്റെ പ്രത്യേകത. പഴയ നിയമ ന്യായപ്രമാണത്തിൻ്റെ ഇത് പുറമേയുള്ള നിയമങ്ങളാണ്. കൊല്ലരുത്, കൊല ചെയ്യരുത്, വിചാരം ചെയ്യരുത്, അങ്ങനത്തെയൊക്കെയല്ല. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് ആഴത്തിലേക്ക് പോവുക. അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ആ ഭാവങ്ങൾ വരിക. എങ്ങനെ വിശുദ്ധമായ ഭാവങ്ങൾ. അങ്ങനെ കൊല ചെയ്യരുതെന്ന് പറയുമ്പോൾ സഹോദരനെ മൂടായെന്ന് വിളിക്കരുതെന്ന് അവിടെ പറയുന്നത്. ഹൃദയത്തിൽ അങ്ങനെ അപ്പോൾ ഹൃദയം പോലും ശുദ്ധമാകുക. ആഴത്തിലുള്ള വിശുദ്ധീകരണമാണ് പുതിയ നിയമം പറയുന്നത്. നമുക്ക് ദൈവം പുതിയ ഹൃദയം തരുന്നു, പുതിയ ആത്മാവിനെ തരുന്നു, പുതിയ പദ്ധതികൾ തരുന്നു. അപ്പോൾ കൃപ എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രവർത്തിക്കാതെ തന്നെ നമുക്ക് സൗജന്യമായി ലഭിക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹം. അതാണ് ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് ദൈവത്തിൻ്റെ കൃപ. അവൻ ക്രൂശിൽ നേടിത്തന്ന രക്ഷയാണ് ദൈവത്തിൻ്റെ കൃപ. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുമ്പോൾ ദൈവം നമ്മളിൽ വസിക്കുക. നമ്മുടെ ഉള്ളങ്ങൾ നമ്മുടെ അകത്താണ്. നമ്മളിൽ തന്നെയാണ് ദൈവത്തെ അന്വേഷിക്കേണ്ടത്. അന്ന് മലകളിലോ കാടുകളിലോ മരുഭൂമിയിലോ അവൻ ഇവിടെ എന്ന് പറഞ്ഞാൽ അറകളിലേക്ക് ചെല്ലരുത്, മരുഭൂമിയിലേക്ക് ചെല്ലരുത് എന്നൊക്കെ ദൈവനും പറയുകയാണ്. അപ്പോൾ ദൈവം നമ്മളിലുണ്ട്. നമ്മുടെ ഹൃദയമാണ് അവൻ്റെ വാസസ്ഥലം. അവിടെ ദൈവത്തിന് വേണ്ടി നമ്മൾ വിട്ടുകൊടുക്കുക. നമ്മുടെ ഹൃദയവും മനസ്സും എല്ലാം ബോധങ്ങളും വിചാരങ്ങളും ഒക്കെ അല്ലേ നമ്മൾ ദൈവത്തെങ്കിലേക്ക് വിട്ടുകൊടുക്കുക. ദൈവം അവിടെ വാസം ചെയ്യും. ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റും. ദൈവം യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്നേഹം നിറഞ്ഞ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാതെ നിൻ്റെ സാന്നിധ്യവും സഹിത്വവും ഞങ്ങൾക്ക് അനുഭവിപ്പാൻ അവിടുന്ന് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ബലത്തെയും നിൻ്റെ സാന്നിധ്യത്തെ തിരുവീനെന്ന് ഞങ്ങൾ തിരുവന്നെ ഞങ്ങൾ ഓർപ്പിച്ചില്ലപ്പാ. ഞങ്ങളോട് കൂടെയുണ്ടെന്നുള്ള ഉറപ്പേറിയ വിശ്വാസം അത് അനുഭവമായി അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ജീവിപ്പാൻ അവിടുന്ന് സകല കൃപകളും ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസം ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ച് തരണമേ കർത്താവേ. എല്ലാറ്റിലും നിന്നെ പ്രസാദിപ്പിക്കുന്നവരായി ഞങ്ങൾ മാറണമേ. ഞങ്ങളുടെ ജീവിതങ്ങൾ നിനക്ക് പ്രസാദമുള്ളതായി പണ്ടക്കോണം അവിടുത്തെ കൃപ ഞങ്ങളിൽ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുവരെയും തന്നല്ല കൃപയ്ക്കായി സ്തുതി. രക്തത്തെ ഞങ്ങൾ പൊതിയണമേ, മുഖത്തോടൊന്ന് മാത്രം എടുക്കണമേ. പരിശുദ്ധാത്മാ ദൈവത്തിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സുന്ദര